നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മമ്മിക്ക് മംഗലശ്ശേരിക്കാരോട് പ്രതികാരം ചെയ്യണോ? ആയിക്കോ, ഞാൻ അതിനൊരു തടസ്സമാവില്ല. ആ തറവാട് മുടിച്ചാ പോലും മമ്മിക്കെതിരെ ഞാൻ വരില്ല. പക്ഷേ സഞ്ജുവിനെ തൊടാൻ മമ്മിയെ ഞാൻ അനുവദിക്കില്ല. അവൻ നിന്നെ സ്വീകരിക്കുന്ന എന്തുറപ്പാ നിനക്കുള്ളത്? നാണമുണ്ടോ വിവാഹ നിശ്ചയം കഴിഞ്ഞവന്റെ പിന്നാലെ നടക്കാൻ? അവന്റെ പെണ്ണ് ആ വീട്ടിലുണ്ട്. അങ്ങനൊരു ബോധമെങ്കിലും നിനക്കുണ്ടോ? ആ വിവാഹം നടന്നിട്ട് വേണ്ടേ? അവൾക്ക് തന്നെ ഞാനത് ബോധ്യപ്പെടുത്തി കൊടുത്തു. അവരാരും അവളോട് പറയാതിരുന്ന സത്യം ഇപ്പൊ സ്വാതിക്കറിയാം. ഞാൻ ഇവിടെ നിൽക്കാനുള്ള കാരണം അത് തന്നെയാ. മംഗലശ്ശേരിക്കാർ ഇരുട്ടിൽ തപ്പുന്ന ആ ശത്രു മമ്മിയാണെന്നും എനിക്കറിയാം. സ്വാതിക്ക് ഈ വിധി സമ്മാനിച്ചതും മമ്മി തന്നെ. അതൊക്കെ മമ്മിയുടെ കണക്ക് തീർക്കലായി കാണാനും എനിക്ക് കഴിയും. പക്ഷെ സഞ്ജുവിന് എന്തെങ്കിലും സംഭവിച്ചു പോയാ മമ്മിയെ എനിക്ക് ശത്രുവായിട്ട് കാണേണ്ടി വരും. മോക്കിപ്പൊ കാര്യങ്ങൾ ബോധ്യമായില്ലേ? അവക്കിപ്പൊ സഞ്ജുവിന് മാത്രം മതി. അവിടെ ആരൊക്കെ വീണാലും അവക്കൊരു പ്രശ്നമല്ല. സത്യത്തിൽ മമ്മിയുടെ മനസ്സ് കണ്ട അവളിപ്പൊ ചിന്തിക്കുന്നത്. നമ്പിശൻ എന്താ പറയുന്നത്? കൊന്നുകളയുമ്പോ കിട്ടുന്ന പകയേക്കാൾ വലുതാ കൊല്ലാക്കൊല ചെയ്യുമ്പോ കിട്ടുന്ന സുഖം. സ്വാതിയുടെ കാര്യത്തിൽ അവരത് അനുഭവിക്കുന്നുണ്ട്. ജീവിതാവസാനം വരെ അവരെ അത് വേട്ടയാടണം. നമ്പിശൻ മനസ്സിലാവുന്ന ഭാഷയിൽ പറയേ. ഇതിനെ മോള് ചരിത്ര നിയോഗമായിട്ട് കരുതണം. മാണിക്യമംഗലത്തെ പേരക്കുട്ടി മംഗലശ്ശേരിയിലെ മരുമകളായിട്ട് ചെന്ന് കയറണം. ശരിക്കും പക തീർക്കേണ്ടത് അങ്ങനെയാ. അവരാഗ്രഹിച്ചത് മുറപ്പെണ്ണിനെ കൊണ്ട് സഞ്ജുവിനെ കെട്ടിക്കാനാ. ആ കുട്ടിയെ അരയ്ക്ക് കീഴ്പോട്ട് തളർത്തിയിട്ടാ നമ്മൾ ഈ കളി ജയിക്കാൻ പോകുന്നത്. സഞ്ജുവിനെ വെച്ചുള്ള കളികള് എന്തായിരിക്കണമെന്ന് മോക്ക് ഞാൻ പറഞ്ഞു തരണോ? മോക്ക് മംഗലശ്ശേരിക്കാരോടുള്ള പകയൊന്നും ചന്ദ്രവർമ്മയ്ക്ക് അറിയില്ല. മകള് ചന്ദ്രവർമ്മയ്ക്ക് വീക്ക്നെസ് ആണെന്ന് അറിയാലോ. സഞ്ജന ഡാഡിയോട് ഈ ആഗ്രഹം പറഞ്ഞ കിടന്ന കിടപ്പിൽ ചന്ദ്രവർമ്മ ആളെ വിട്ട് സഞ്ജു ആരാണെന്ന് അന്വേഷിക്കും. സഞ്ജുവിന് മികച്ച ബിസിനസ്സുകാരന്റെ അവാർഡ് കിട്ടിയ വാർത്ത എല്ലാ ബിസിനസ് ജേണലുകളും പുറത്തുവിട്ടിട്ടുള്ളതാണ്. ചന്ദ്രവർമ്മയ്ക്ക് പിന്നെ നോക്കാനൊന്നുമില്ല. മോള് ഒറ്റപ്പെട്ടു പോവും. മോള് ഈ വിഷയം ഗൗരവത്തോടെ ആലോചിക്കും. മംഗലശ്ശേരിയിൽ മരുമകളായിട്ട് ചെന്ന് കയറേണ്ടത് നമ്മളെ കുട്ടിയാകണം. പിന്നെയുള്ള കടന്നുകയറ്റം മോളുടേതാകും. സഞ്ജുവിന്റെ ആ രഹസ്യ വിവാഹ കഥ ഇനി ഒരാൾ പോലും അറിയാൻ പാടില്ല. അത് അവനെ നമുക്ക് ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള വജ്രായുധമായിട്ട് കരുതണം. ഇതാണ് മോളെ ശരിക്കുമുള്ള പകവീട്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.